തമിഴ്നാട് വാൽപ്പാറയിൽ വൈദ്യുതി വകുപ്പിന്റെ ഒരു ജീപ്പ് കാട്ടാന ആക്രമിച്ചു. ജീപ്പ് 10 അടി താഴ്ചയിലേക്കാണ് ആന കുത്തിമറിച്ചിട്ടത്. എഞ്ചിനീയറും സഹപ്രവർത്തകരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആ ദൃശ്യത്തിലേക്ക്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. ആനയുടെ വരവ് കണ്ടാൽ തന്നെ ഒരു 1.5 വരവാണല്ലോ സൂരജ്, പറയൂ. എസ്കേൻ, തീർച്ചയായും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മലക്കപ്പാറയ്ക്ക് സമീപം ഈ ആനമലയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ തമിഴ്നാട് വനംവകുപ്പ് സംഘം ഈ ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ആനമലയ്ക്ക് സമീപമുള്ള നവമലയിൽ വെച്ച് ഇവർക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായത്. ജൂനിയർ വൈദ്യുതി വിഭാഗം എഞ്ചിനീയറായ വിശ്വനാഥനും അതുപോലെ തന്നെ വൈദ്യുത വകുപ്പിലെ ജീവനക്കാരും ഈ അത്താളി അമ്മൻ ക്ഷേത്രം വഴി ഈ നവമലയിലേക്ക് പോവുകയായിരുന്നു. നവമലയിൽ വെച്ചാണ് ഈ കാട്ടാന ഈ ജീപ്പിന് മുന്നിൽ പെടുന്നത്. പെട്ടെന്ന് തന്നെ ഈ ജീപ്പ് പുറകോട്ടെടുത്ത് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ ഈ കാട്ടാന ജീപ്പിന് നേരെ പാഞ്ഞടുക്കുകയും പിന്നീട് ഈ കൊമ്പുകൊണ്ട് ജീപ്പ് കുത്തിമറിച്ച് 10 അടി താഴ്ചയിലേക്ക് മറിച്ചിട്ടു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ പരിക്കേറ്റ ആളുകളെ നാട്ടുകാർ ചേർന്നാണ് ഈ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ജീപ്പ് കുത്തിമറിച്ചിട്ടു എന്ന് മാത്രമല്ല, ഈ കാട്ടാന ഏറെ നേരം ഈ റോഡിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി രക്ഷാപ്രവർത്തനം അടക്കം അസാധ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് എസ്കേൻ ഈ പ്രദേശവാസികൾ പറയുന്നത്. പിന്നീട് ആനയെ ശബ്ദമുണ്ടാക്കി അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമൊക്കെയാണ് ഈ ജീപ്പിലുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്ത്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ആ CCTV ദൃശ്യങ്ങളടക്കം വളരെ ഭീതിപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. തുടർച്ചയായി ഈ വാൽപ്പാറ ആനമല റൂട്ടിൽ ഈ കാട്ടാനാക്രമണം പതിവായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സ്കേൻ. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ആന ഓടി വരുന്നത് കണ്ടാൽ നമ്മൾ അപകടം മണത്തേ പറ്റൂ. അത്ര രീതിയിലുള്ള ഭീകരമായ വരവാണത്.